യുവാക്കളുടെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു വലിയ സംശയമാണ് ലിംഗവലിപ്പം കൂടിക്കഴിഞ്ഞാൽ ലൈംഗിക പെർഫോമൻസ് കൂടുമെന്ന്. ഇതിനു വേണ്ടിയിട്ട് ഇവർ പലവിധ പരസ്യങ്ങളുടെ പുറകെ പോവും. ഡോക്ടർമാരെ കണ്ടിട്ട് ഡോക്ടർ എൻ്റെ ലൈംഗിക അവയവത്തിന് വലിപ്പം കുറവാണ്, ഇതെങ്ങനെയെങ്കിലും നീളം വയ്പ്പിച്ച് തരണം, ഇത് മാത്രം കച്ചവടമാക്കി നടത്തുന്ന ചില ഡോക്ടർമാരുമുണ്ട്. കേരളത്തിൽ തന്നെ ന്യൂസ് പേപ്പറുകൾ ചെറിയ പരസ്യം ലിംഗത്തിന്റെ വലിപ്പം കൂട്ടിക്കൊടുക്കപ്പെടുന്നു പറഞ്ഞ് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ തരത്തിലെല്ലാം ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയും ജനങ്ങളെ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈംഗിക പെർഫോമൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ലൈംഗിക ഒരു ആക്ടിവിറ്റിയും ലിംഗത്തിന്റെ വലിപ്പവും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ആരോഗ്യമുള്ള ഒരു പുരുഷന് ഉദ്ധരിക്കാത്ത സമയത്ത് ഏകദേശം 3 സെന്റിമീറ്ററിന് മുകളിൽ ലിംഗത്തിന് വലിപ്പമുണ്ടെങ്കിൽ അവന് അത് ആരോഗ്യകരമാണ്. ഉദ്ധരിക്കുന്ന സമയത്ത് 3 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ ലിംഗത്തിന് വലിപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവന് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം നിർവഹിക്കാനാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത്തരം പരസ്യങ്ങളുടെ പുറകെയോ അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ പുറകെയോ പോകേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു പുരുഷലിംഗത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അവന്റെ പാരമ്പര്യം അനുസരിച്ച് അച്ഛന്റെ അമ്മയുടെയും കുടുംബത്തിലുള്ള മനുഷ്യരിൽ എങ്ങനെയാണ് അവരുടെ ബോഡി മേക്കപ്പ് അനുസരിച്ചാണ് അത് വരുന്നത്. ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചോണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പുറമെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിനോ ലിംഗത്തിന് വലിപ്പം കൂടാൻ പോകുന്നില്ല. ഈ തരത്തിലുള്ള പല ആൾക്കാരും നടത്തുന്ന പ്രവർത്തനം കൊണ്ട് പലപ്പോഴും ലിംഗത്തിനകത്തുള്ള കോശങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായി നിങ്ങൾ നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി പോലും മോശമാകുന്ന ഒരു അവസ്ഥ വന്നു വരും. എപ്പോഴും നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള കൂടെയുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നത്, അല്ലാതെ ലിംഗത്തിന്റെ വലിപ്പമല്ല. ഇത്തരം സംശയിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഈ സത്യാവസ്ഥ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ.